മണ്ഡല രൂപീകരണത്തിന് ശേഷം വർഷങ്ങളായി ഇടതുമുന്നണിക്കൊപ്പം ശക്തമായി നിലകൊണ്ട തൃക്കരിപ്പൂർ മണ്ഡലം ഇത്തവണ മാറ്റി ചിന്തിച്ചു. എന്തുകൊണ്ട്? ഇടത് കേന്ദ്രങ്ങളിൽ പോലും അമ്പരപ്പുണ്ട്. നമ്മോടൊപ്പം തൃക്കരിപ്പൂരിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VPP മുസ്തഫയുണ്ട്. എന്താണ് സംഭവിച്ചതെന്നാണ്? അല്ല, കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള UDFന് അനുകൂലമായ ഒരു തരംഗം തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേണിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ പ്രകടമായിട്ട് ഈ മണ്ഡലത്തിലെ വളരെ നിർണായകമായി വരുന്നതാണ് ന്യൂനപക്ഷ വോട്ടുകൾ. അവയുടെ ഒരു ഏകീകരണം UDFന് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ പോളിംഗിൻ്റെ എണ്ണത്തിൽ തന്നെ വർധനവുണ്ടായിട്ടുണ്ട്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി SIRൻ്റെ ഭീഷണിയൊക്കെ വന്നതുകൊണ്ട് അത് മതനിരപേക്ഷ വോട്ടുകൾ എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിനു കൂടി കുറേ വരേണ്ടതായിരുന്നു അതിൽ. എന്നാൽ ഇത്തവണത്തെ സവിശേഷമായൊരു കേരളത്തിലാകെയുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ആ വോട്ടുകളുടെ ഒരു ഏകീകരണം, അത് മുസ്ലിം ക്രിസ്ത്യൻ ബോത്ത് UDFന് ശക്തമായ നിലയിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗിന് ശേഷം ഞങ്ങൾ ബൂത്തുകളിൽ നിന്ന് ശേഖരിച്ച കണക്ക് പ്രകാരം 4800 വോട്ടിന് ഇടതുപക്ഷം പിറകിലാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ പോളിംഗിലുണ്ടായ എണ്ണത്തിലെ വർധനവാണ്. അത് പൊതുവിൽ UDFന് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കുകൂട്ടിയത്. അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മറ്റ് വിശദമായ പരിശോധന നടത്തി സമഗ്രമായിട്ട് പാർട്ടി ഒന്ന് പരിശോധിച്ചാൽ മാത്രമേ ആകെ ഉണ്ടായിട്ടുള്ള തിരിച്ചടിയുടെ കൂട്ടത്തിൽ എന്തുകൊണ്ട് തൃക്കരിപ്പൂർ കൂടി അതിന് പ്രത്യേകിച്ച് പ്രാദേശികമായ വല്ല കാരണങ്ങളും കൂടി ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ തന്നെ അത്തരം ഒരു മുൻധാരണ ഉണ്ടായിരുന്നു, അങ്ങനെ സംഭവിച്ചേക്കാം, അട്ടിമറി ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു പാർട്ടിക്ക്? ഇല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റവും ശക്തമായ നിലയിൽ തന്നെയാണ് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുള്ളത്. ഒന്ന്, ഈ മണ്ഡലത്തിൽ നിലവിലുണ്ടായിരുന്ന MLA 10 വർഷം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു മുൻതൂക്കം, പൊതുവിൽ ഇത്തവണ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ലഭിച്ചിട്ടുള്ള ഒരു പൊതു സ്വീകാര്യത, ഇതിൻ്റെ എല്ലാം ഭാഗമായി നല്ല പ്രചരണത്തിലെ മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പൊതുവിൽ സംസ്ഥാനത്താകെ പാർട്ടി അനുഭാവികൾക്കും ബന്ധുക്കൾക്കുമെല്ലാം മൊത്തം പാർട്ടിയുടെ പ്രവർത്തന ശൈലിയോടുണ്ടായ അതൃപ്തിയാകാം ഇവിടെയും ചെറിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ കാണണം. തീർച്ചയായും ഇതൊരു UDF തരംഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ മേൽക്കൈയാണ് UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. പ്രാദേശികമായും സംഘടനാപരമായ പ്രശ്നങ്ങൾ പാർട്ടിക്ക് LDFൽ നിലനിൽക്കുമ്പോഴും വലിയ ആഘാതമൊന്നും കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് VPP മുസ്തഫ പറഞ്ഞു വയ്ക്കുന്നത്. തൃക്കരിപ്പൂരിൽ നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.